2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ദക്കിനി മുസ്ലിം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടന്നു. ദക്കിനി മുസ്ലിം അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള അനുമോദനവും നടന്നു. പ്രതിഭാ സംഗമം കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. ഉന്നത ലെവലിലെത്തിയിട്ടുള്ളവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു വിദ്യാഭ്യാസ അവാർഡ് പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ മേഖലയിൽ SLCയിലും +2ൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു പോരുന്നുണ്ട്. ഒരു കുട്ടി അവൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നുള്ളതാണ് ഉന്നത വിജയം കരസ്ഥമാക്കുക. അങ്ങനെ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുക എന്നുള്ളതും കൂടി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ്. അത്തരം പ്രോത്സാഹനങ്ങളാണ് ഷെയ്ഖ് ഇബ്രാഹിം അധ്യക്ഷനായി. പ്രശസ്ത ഗായകൻ യഹിയ അസീസിനെയും ഡോക്ടർ ഷെയ്നി ഷാജഹാനെയും ചടങ്ങിൽ ആദരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും നൽകി. കൊച്ചി നഗരസഭാ കൗൺസിലർ M ഹബീബുള്ള, കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ, മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി പ്രസിഡന്റ് ഷംസു യാക്കൂബ്, ഓർക്കസ്ട്ര സെക്രട്ടറി K ഹുസൈൻ, E അസ്ലം ഖാൻ, ഷെയ്ഖ് ഹബീബ്, മസൂദ് ഖാൻ, അബ്ദുൽ ഹമീദ് ഖാൻ, റഹീം ഖാൻ, ഹാഷിം ഖാൻ, SA ഷാനവാസ് ഖാൻ, അൻസീർ ഖാൻ എന്നിവർ പ്രസംഗിച്ചു. അവർക്ക് സ്റ്റൈലിൽ നടക്കാനുള്ള വസ്ത്രങ്ങൾ, ഷൂസ്, അതുപോലെ അവന് സിനിമ കാണാൻ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതും അവൻ്റെ വിദ്യാഭ്യാസമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ച് അവൻ BCom വരെ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ് BCom പഠിച്ച് അവൻ സ്വന്തമായി പ്രതിജ്ഞന അവൻ ആഫ്രിക്കയിൽ പോയി 6 കൊല്ലം ജോലി ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇപ്പം സുന്ദരമായി അവൻ ജോലി ചെയ്യുന്നു. അധികം ഉറുദു സംസാരിക്കുന്ന ആളുകളെ സമീപകാലത്തൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. കാരണം അത്രത്തോളം ഉറുദു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സംഘടനയ്ക്കുമൊക്കെ അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പരിഗണന നൽകുന്നതിന് യഹിയ അസീസ്, റിസ്വാൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.